ഹലോ മൈ ഡിയർ കിഡ്സ്, വെൽക്കം ബാക്ക്. മിഡ് ടൈം എക്സാമിൻ്റെ ഓണം എക്സാംസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള EVSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ആൻസർ കണ്ടെത്താം. നിങ്ങൾക്കുള്ള ടൈം 2 hours 15 minutes ആണ്. 2 മണിക്കൂറും 15 മിനിറ്റും. ഏറ്റവും മുകളിൽ ആ പോർഷൻ തന്നിരിക്കുന്നിടത്ത് നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, മക്കളുടെ പേര് എഴുതുക. നെയിം ഓഫ് സ്കൂൾ, സ്കൂളിൻ്റെ പേര്, ഡിവിഷൻ, അത്രയും എഴുതുക. താഴെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. 15 minutes സ്കൂൾ ഓഫ് ടൈം ഈസ് അലൗഡ് ഫോർ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ആക്ടിവിറ്റീസ്. 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് വേണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്നും എന്തൊക്കെ ആൻസറാണ് അതിൽ വരുന്നതെന്നും ഒക്കെ ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, ആൻസർ ഓൾ ദ 5 ആക്ടിവിറ്റീസ്. ആൻസർ ഓൾ ദ സബ് ആക്ടിവിറ്റീസ് ഇൻ ഇറ്റ്. 5 ആക്ടിവിറ്റീസാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. ആ 5 ആക്ടിവിറ്റീസും മസ്റ്റായും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. അതിൻ്റെ സബ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് A, B അങ്ങനെ സബ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിനും മസ്റ്റായിട്ട് ആൻസർ ചെയ്തിരിക്കണം. ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ, 4 ആക്ടിവിറ്റീസ് വിത്ത് ഇൻറ്റേർണൽ ചോയ്സ്. ആൻസർ എയ്തർ A or B. ചില ക്വസ്റ്റ്യൻസിന് ചോയ്സ് ഉണ്ടാവും, അതായത് 2 ക്വസ്റ്റ്യൻ തരും. ക്വസ്റ്റ്യൻ എയും ക്വസ്റ്റ്യൻ ബിയും. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നത്, ഏറ്റവും നന്നായിട്ട് എഴുതാൻ കഴിയുന്നത് ഏത് ക്വസ്റ്റ്യൻ ആണോ അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ A ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ B ആണെങ്കിൽ അങ്ങനെ, ഏതായാലും നിങ്ങൾ അതിലൊരെണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതിയാകും. ഓക്കെ ഡിയേഴ്സ്, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആക്ടിവിറ്റി 1A, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. ഒന്നാമത്തെ ആക്ടിവിറ്റി പലതരത്തിലുള്ള സസ്യങ്ങളെക്കുറിച്ചാണ്. ക്വസ്റ്റ്യൻ A, വിനു ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് എ മാഗസിൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. വിനുവും അവൻ്റെ കൂട്ടുകാരും കൂടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് എന്ന സബ്ജക്റ്റ് വെച്ചിട്ട് ഒരു മാഗസിൻ പ്രിപ്പയർ ചെയ്യുകയാണ്. കളർ ദ ബബിൾ ഇൻസൈഡ് ദ പിക്ചർ ബേസ്ഡ് ഓൺ ദെയർ ഹാബിറ്റാറ്റ്. ഈ സസ്യങ്ങളുടെ ഹാബിറ്റാറ്റ്, ആവാസം അനുസരിച്ച് പിക്ചേഴ്സിനുള്ളിൽ കൊടുത്തിട്ടുള്ള ബബിളിന് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് റെഡ് കളർ ഫോർ സീറോഫൈറ്റ്സ്. റെഡ് കളറാണ് സീറോഫൈറ്റ്സിൽ വരുന്ന പ്ലാന്റ്സിന് കൊടുക്കേണ്ടത്. ആൻഡ് ബ്ലൂ കളർ ഫോർ അക്വാട്ടിക് പ്ലാന്റ്സ്. ജലസസ്യങ്ങൾക്ക്, അക്വാട്ടിക് പ്ലാന്റ്സിന് ബ്ലൂ കളർ കൊടുക്കണം. മക്കൾക്ക് ഓർമ്മയില്ലേ സീറോഫൈറ്റ്സ് നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു സീറോഫൈറ്റ്സ്? പ്ലാന്റ്സ് ഇൻ ദ ഡെസേർട്ട് ആർ കോൾഡ് സീറോഫൈറ്റ്സ്. മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് നമ്മൾ സീറോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സീറോഫൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് തോൺസ് ആൻഡ് തിക്ക് സ്റ്റെംസ്. അവയ്ക്ക് മുള്ളുകളും കട്ടി കൂടിയ തണ്ടുകളും ഒക്കെ ഉണ്ട്. സോ ഇതിൽ ഏതൊക്കെ ആയിരിക്കും സീറോഫൈറ്റ്സ്? ഫസ്റ്റ് വൺ ഈസ് സീറോഫൈറ്റ്. സീറോഫൈറ്റ്സിന് അവിടെ തന്നിട്ടുള്ള ബബിളിനുള്ളിൽ റെഡ് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റെഡ് കളർ കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് ലോട്ടസ്. ഒരു താമരയാണ്. താമര വളരുന്നത് എവിടെയാണ്? വാട്ടറിലാണ്, വെള്ളത്തിലാണ് അല്ലേ? അതൊരു അക്വാട്ടിക് പ്ലാന്റ് ആണ്, ജലസസ്യമാണ്. സോ അക്വാട്ടിക് പ്ലാന്റ്സിന് ബ്ലൂ കളർ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലൂ കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഓൾസോ എക്സ് സീറോഫൈറ്റ്. അടുത്തതും ഒരു സീറോഫൈറ്റ് ആണ്. സോ അതിനും റെഡ് കളർ കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്താണ്? വാട്ടർ ലില്ലി. അതൊരു അക്വാട്ടിക് പ്ലാന്റ് അല്ലേ? സോ അതിന് ബ്ലൂ കളർ കൊടുക്കുക. നെക്സ്റ്റ് വൺ സീറോഫൈറ്റ് ആണ്, റെഡ് കളർ കൊടുക്കുക. ലാസ്റ്റ് വൺ അക്വാട്ടിക് പ്ലാന്റ് ആണ്, ബ്ലൂ കളർ കൊടുക്കുക. ക്വസ്റ്റ്യൻ B, ഫിഷസ് ഹാവ് എ ബോഡി ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ മൂവിങ് ഇൻ വാട്ടർ. വെള്ളത്തിൽ നന്നായി മൂവ് ചെയ്യാൻ പാകത്തിനുള്ള, സ്യൂട്ടബിളായിട്ടുള്ള ഒരു ബോഡി ഷേപ്പാണ് ഫിഷസിനുള്ളത്. ഫ്രം ദ ടേംസ് ഗിവൺ ബിലോ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് ഓഫ് ഫിഷ് ഇൻ ദ വാട്ടർ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ മക്കളെ? ഫിഷിന് ഈസി ആയിട്ട് വാട്ടറിൽ കൂടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഫാക്ടേഴ്സ് അതിനെ സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ, ഫിൻ. സെക്കൻഡ് ഓപ്ഷൻ ഗിൽ, കളർ. തേർഡ് ഓപ്ഷൻ സീ വാട്ടർ, റിവർ വാട്ടർ. ഫോർത്ത് ഓപ്ഷൻ സ്ലിപ്പറി ബോഡി, ഫിൻസ്. ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A, B, C ആൻഡ് D. ഇതിൽ നിന്നുമാണ് നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത്, കറക്റ്റ് ആൻസർ ചൂസ് ചെയ്ത് എഴുതേണ്ടത്. ഓപ്ഷൻ A, 1 ഓൺലി. ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ, ഫിൻ. ആ ഒരു ഓപ്ഷൻ മാത്രമാണ് വരുന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ B, 1 ആൻഡ് 4. ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ, ഫിൻ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ കൂടിയുണ്ട്. എന്താണ്? സ്ലിപ്പറി ബോഡി, ഫിൻസ്. ഓപ്ഷൻ C പറയുന്നത് 2 ആൻഡ് 3. ഗിൽ, കളർ, സീ വാട്ടർ ആൻഡ് റിവർ വാട്ടർ. ഇത്രയും വരുമെന്ന്. ലാസ്റ്റ് വൺ ഓപ്ഷൻ D പറയുന്നത് 4 ഓൺലി. സ്ലിപ്പറി ബോഡി, ഫിൻസ് അത് മാത്രമാണെന്നാണ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. 1 ആൻഡ് 4.
1 എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ, ഫിൻ. 4 സ്ലിപ്പറി ബോഡി, ഫിൻസ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഈസി ആയിട്ട് വെള്ളത്തിലൂടെ മൂവ് ചെയ്യാൻ നമ്മുടെ ഫിഷസിനെ സഹായിക്കുന്നത്. ക്വസ്റ്റ്യൻ സി, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫോറസ്റ്റ്, പോണ്ട്, സീ ആൻഡ് ഡെസേർട്ട്. ഈ 4 ഓപ്ഷൻസിൽ നിന്നും കൂട്ടത്തിൽ പെടാത്തത് ഏതാണോ ഓഡ് വൺ അതിനെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? പോണ്ട്. ഓപ്ഷൻ ബി ആണ് പോണ്ട്. എന്തുകൊണ്ടാണ് മക്കളെ? ഫോറസ്റ്റ്, സീ ആൻഡ് ഡെസേർട്ട് ആർ വെരി ലാർജ് ഹാബിറ്റാറ്റ്. പോണ്ട് ഈസ് എ സ്മോൾ ഫ്രഷ് വാട്ടർ ബോഡി. അതായത് വനം, കടൽ, മരുഭൂമി ഇത് മൂന്നും വലിയ ഒരു ഹാബിറ്റാറ്റ് ആണല്ലേ, വലിയ ഒരു ആവാസ വ്യവസ്ഥയാണ്. എന്നാൽ പോണ്ടോ, കുളമോ? ഒരു ചെറിയ ഫ്രഷ് വാട്ടർ ബോഡിയാണ് കുളം. അതുകൊണ്ടാണ് അതാണ് ഓഡ് വൺ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. ഓരോ ജീവജാലങ്ങൾക്കും അവയുടെ പ്രത്യേകതരം എൻവയോൺമെൻറ്റിൽ, പരിസ്ഥിതിയിൽ ജീവിക്കാനുള്ള ബോഡി ഫീച്ചേഴ്സ് ഉണ്ട്. നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോവിങ് ആനിമൽസ് ദാറ്റ് എനേബിൾ ദം ടു ലീവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. താഴെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് ക്യാമൽ, സെക്കൻഡ് വൺ ഈസ് ഫിഷ്. ക്യാമൽ എവിടെയാണ് മക്കളെ ജീവിക്കുന്നത്? ഡെസേർട്ടിലാണ് അല്ലേ, മരുഭൂമിയിൽ. ഫിഷോ? ഫിഷ് ഈസ് ലിവിങ് ഇൻ ദ വാട്ടർ. ഫിഷ് വെള്ളത്തിലാണ് ജീവിക്കുന്നത്. സോ ഈ 2 എൻവയോൺമെൻറ്റിലും സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിനെ, ക്യാമലിനെയും മത്സ്യത്തിനെ, ഫിഷിനെയും സഹായിക്കുന്ന ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, ക്യാമലിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എഴുതാം. ഫസ്റ്റ് പോയിന്റ്, ഹാസ് എ ഹംപ് ടു സ്റ്റോർ ഫാറ്റ്. മുതുകിലൊരു മുഴയുണ്ടല്ലേ ക്യാമലിന്. അതെന്തിനാണ് മക്കളെ? ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ, കൊഴുപ്പ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിന്റ്, ലോങ് ലെഗ്സ് പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ഹീറ്റ്. നീളമുള്ള കാലുകളാണ്. മരുഭൂമിയിലെ ചൂടിൽ നിന്ന് അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീളമുള്ള കാലുകളുണ്ട്. വൈഡ് ഹൂവ്സ് ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ് ത്രൂ സോയിൽ. വീതിയുള്ള കുളമ്പുകളാണ് ഒട്ടകത്തിനുള്ളത്. മണ്ണിലൂടെയുള്ള മൂവ്മെൻറ്റിന് അതും സഹായിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇൻ ക്യാമൽ ദാറ്റ് ഹെൽപ്പ് ദം ലീവ് ഇൻ ഡെസേർട്ട്. നെക്സ്റ്റ് നമുക്ക് ഫിഷിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എഴുതാം. ക്യാമലിൻ്റെ സ്പെസിഫിക് എൻവയോൺമെൻറ്റ് ഡെസേർട്ട് ആയിരുന്നു. ഫിഷിൻ്റെയോ? വാട്ടർ ആണല്ലേ. സോ ആൻസർ എങ്ങനെ എഴുതാം മക്കളെ? ദ ഷേപ്പ് ഓഫ് ദിയർ ബോഡി, ഫിൻസ് ആൻഡ് സ്കെയിൽസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ഫിഷ് ലീവ് ഇൻ വാട്ടർ. എന്തൊക്കെയാണ്? ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, ചെതുമ്പലുകൾ തുടങ്ങിയ ഫീച്ചേഴ്സാണ് വെള്ളത്തിൽ സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഫിഷിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ സിറ്റുവേഷൻസ് ഇൻ ദ ഫോളോവിങ് പിക്ചേഴ്സ്. ഫ്രം ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഡെമൊലിഷൻ ഓഫ് ഹിൽസ് ആൻഡ് റെക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ മക്കളെ? താഴെ 2 പിക്ചേഴ്സ് തന്നിട്ടില്ലേ, അതിലെ സിറ്റുവേഷൻസ് ഏതൊക്കെ സാഹചര്യങ്ങളാണ് അതെന്നൊന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. എന്തൊക്കെയാണ്? ഫസ്റ്റ് പിക്ചർ എന്താണ് മക്കളെ? ഡെമൊലിഷൻ ഓഫ് ഹിൽസ്, കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു. സെക്കൻഡ് പിക്ചറോ? റെക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, നെൽവയലുകൾ നികത്തുന്നു. ഈ 2 പ്രവൃത്തികളും നമ്മുടെ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ എഫക്ട്സ്, ദോഷഫലങ്ങൾ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആൻസർ നമുക്ക് ഡെമൊലിഷൻ ഓഫ് ഹിൽസിൻ്റെ പിക്ചറിന് നേരെ എഴുതാം. Causes soil erosion and loss of natural vegetation. Leads to landslides especially during heavy rains. Third point, destroys natural habitats of birds, animals and rare plants. Fourth point, reduces groundwater recharge as rocks and soil layers are disturbed. Last point, affects local climate and increases heat in nearby areas. മണ്ണൊലിപ്പിനും പ്രകൃതിദത്തമായ സസ്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിനും ഇല്ലാതാവുന്നതിനും കാരണമാകുന്നു. കൂടാതെ കനത്ത മഴയുള്ള സമയത്ത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും. കൂടാതെ പക്ഷിമൃഗാദികളുടെയൊക്കെ ആവാസം നഷ്ടമാകും. അതേപോലെ തന്നെ അപൂർവീനം സസ്യങ്ങളൊക്കെ ഇല്ലാതെയാവും. അതേപോലെ തന്നെ ഭൂഗർഭജലത്തിൻ്റെ അളവ് കുറയും. അന്തരീക്ഷത്തിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. കാലാവസ്ഥയിൽ ഒരുപാട് വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഈ മണ്ണിടിച്ചിൽ നടക്കുന്നതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ചൂട് അനുഭവപ്പെടും. നെക്സ്റ്റ് നമുക്ക് റെക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എഴുതാം. ലീഡ്സ് ടു ലോസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് ഫുഡ് സ്കേഴ്സിറ്റി ഇൻ ദ ലോങ് റൺ. കൃഷിഭൂമിയൊക്കെ നശിക്കുന്നത് മൂലം ഭക്ഷ്യക്ഷാമം നേരിടും. സെക്കൻഡ് പോയിന്റ്, റെഡ്യൂസസ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ബിക്കോസ് പാഡി ഫീൽഡ്സ് ഹെൽപ്പ് സ്റ്റോർ റെയിൻ വാട്ടർ ആൻഡ് റീചാർജ് വെൽസ്.
ഭൂഗർഭജലത്തിൻ്റെ അളവ് കുറയുന്നു. കാരണം എന്താണ്? ഈ നെൽവയലുകളിൽ റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാറുണ്ട്, മഴവെള്ളം നന്നായി സ്റ്റോർ ചെയ്യാറുണ്ട്. അവിടെ നിന്നാണ് അടുത്തുള്ള പ്രദേശങ്ങളിലെ കിണറുകളിലേക്കൊക്കെ വെള്ളം എത്തുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻക്രീസസ് ഫ്ലൂഡിംഗ് റിസ്ക് സിൻസ് വാട്ടർ അബ്സോർബിംഗ് ഫീൽഡ്സ് ആർ കൺവേർട്ടഡ് ഇൻറ്റു കോൺക്രീറ്റ് ഏരിയാസ്. വെള്ളം അബ്സോർബ് ചെയ്ത് വെച്ചിരുന്ന നെൽവയലുകളൊക്കെയാണ് നികത്തിയതിനു ശേഷം കോൺക്രീറ്റഡ് ഏരിയാസ് ആക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്തരം പ്രദേശങ്ങളിൽ. നെക്സ്റ്റ് പോയിന്റ്, ഡെസ്ട്രോയ്സ് എക്കോസിസ്റ്റംസ് ഓഫ് ഫിഷ്, ഫ്രോഗ്സ് ആൻഡ് അതർ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻ വെറ്റ്ലാൻഡ്സ്. ഇത്തരം ചതുപ്പു നിലങ്ങളിൽ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളിൽ ഒക്കെ ജീവിക്കുന്ന ഫിഷസിൻ്റെയും ഫ്രോഗ്സിൻ്റെയും മറ്റ് ചെറിയ ജീവജാലങ്ങളുടെയും ഒക്കെ എക്കോസിസ്റ്റത്തെ ഇത് വളരെ ദോഷകരമായി ബാധിക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്യും. അവരുടെ ആവാസ വ്യവസ്ഥ നശിച്ചു പോകുന്നു. ലാസ്റ്റ് പോയിന്റ്, അഫക്ട്സ് ട്രഡീഷണൽ ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ദെയർ ലൈവ്ലിഹുഡ്. പരമ്പരാഗതമായി കൃഷി ഉപജീവന മാർഗമാക്കുന്ന ഒരു സമൂഹമുണ്ട് അല്ലേ? അവരെയും ഇത് ബാധിക്കും, അവരുടെ ഉപജീവന മാർഗത്തെയും ഇത് ബാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ഫ്രം ദ ഫോളോവിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. താഴെക്കുറിച്ച് സ്ലോഗൻസ്, മുദ്രാവാക്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. എന്തിനനുയോജ്യമായത്? പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. എ, സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്. വൈവിധ്യങ്ങളെ ആഘോഷമാക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക. ബി, പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക, ഭൂമിയിലെ ജീവൻ നിലനിർത്തുക. സി, ആൻ എക്കോസിസ്റ്റം ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. ഒരു എക്കോസിസ്റ്റം എന്നാൽ ജീവനുള്ളതും അല്ലാത്തതുമായ ധാരാളം ഘടകങ്ങൾ ചേർന്നതാണ്. ഡി, ദെയർ ആർ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എക്കോസിസ്റ്റംസ്. നാച്ചുറലായിട്ടുള്ളതും മാൻമെയ്ഡായിട്ടുള്ളതും, അതായത് പ്രകൃതിദത്തമായിട്ടുള്ളതും മനുഷ്യനിർമ്മിതമായിട്ടുള്ളതുമായ എക്കോസിസ്റ്റംസ്, ആവാസ വ്യവസ്ഥകൾ ഉണ്ട്. ഇതിൽ നിന്നും എക്കോസിസ്റ്റത്തെ, ആവാസ വ്യവസ്ഥയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാനുള്ള സ്ലോഗനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് മക്കളെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക, ഭൂമിയിലെ ജീവൻ നിലനിർത്തുക. ആക്ടിവിറ്റി 2, പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി. ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വം. ക്വസ്റ്റ്യൻ എ, കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ. മണ്ണ് മലിനീകരണത്തിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് കോളത്തിൽ റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ. സെക്കൻഡ് കോളത്തിൽ ഓർഗാനിസംസ് അഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ, ഈ മണ്ണ് മലിനീകരണം കാരണം അത് ഏതൊക്കെ ജീവജാലങ്ങളെ ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്നു എന്ന് എഴുതണം. തേർഡ് കോളത്തിൽ കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എക്കോസിസ്റ്റം, സോയിൽ പൊല്യൂഷൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. ഫസ്റ്റ് നമുക്ക് റീസൺസ് ഓഫ് സോയിൽ പൊല്യൂഷൻ എഴുതാം, മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ. ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. എന്താണ്? കീടനാശിനികളുടെ അമിതമായ ഉപയോഗം. നെക്സ്റ്റ് വൺ എന്തെഴുതാം മക്കളെ? പ്ലാസ്റ്റിക് വേസ്റ്റ് അക്യുമുലേറ്റ്സ് ഇൻ ദ സോയിൽ, മണ്ണിൽ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ. നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡംപിംഗ്, വ്യാവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്. നെക്സ്റ്റ് വൺ, പ്ലാസ്റ്റിക് ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക്കുകൾ പുറന്തള്ളുന്നത്, അതേപോലെ തന്നെ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, ജൈവ വിഘടനം നോർമലായിട്ട് നടക്കാത്ത വേസ്റ്റുകൾ പുറന്തള്ളുന്നത്. ഡീഫോറസ്റ്റേഷൻ ആൻഡ് സോയിൽ ഇറോഷൻ, വനനശീകരണം, മണ്ണൊലിപ്പ്. ആൻഡ് ലാസ്റ്റ് വൺ, ലീക്കേജ് ഓഫ് ടോക്സിക് കെമിക്കൽസ് ഫ്രം മൈനിങ്. മൈനിങ് എന്താണ് മക്കളെ? ഖനനം. ഖനനം വഴിയുണ്ടാവുന്ന ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ്, രാസവസ്തുക്കൾ, വിഷമയമായിട്ടുള്ള രാസവസ്തുക്കൾ ലീക്കായി പുറത്തു പോകുന്നത്. നെക്സ്റ്റ് കോളത്തിൽ ഓർഗാനിസംസ് എഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ, അതിൽ ഫസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട് എർത്ത് വേം. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ബാക്ടീരിയാസ് എഴുതാം അല്ലേ? മണ്ണിലുള്ള ബാക്ടീരിയാസ് ഒക്കെ നശിച്ചു പോകും. പിന്നെ ഇൻസെക്ട്സ് നശിച്ചു പോകും, ചെറിയ പ്രാണികളൊക്കെ നശിച്ചു പോകും. മാത്രമല്ല സസ്യങ്ങളെയും മനുഷ്യരെയും സോയിൽ പൊല്യൂഷൻ വളരെ ദോഷകരമായി ബാധിക്കും. സോ ദ ആൻസർ ഈസ് ബാക്ടീരിയ, ഇൻസെക്ട്സ്, പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻസ്. നെക്സ്റ്റ് എഴുതേണ്ടത് കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എക്കോസിസ്റ്റം, മണ്ണ് മലിനീകരണത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റിങ്ഷൻ ഓഫ് വേരിയസ് ഓർഗാനിസംസ്, പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ വംശനാശം.
1 എന്തെഴുതാം? ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ സ്വാഭാവിക ഘടന നഷ്ടമാകുന്നു. ഡിസ്റപ്ഷൻ ഓഫ് ഫുഡ് ചെയിൻ, ആഹാര ശൃംഖലയിൽ തടസ്സം നേരിടുന്നു. കണ്ടാമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലമൊക്കെ കണ്ടാമിനേറ്റഡ് ആവുന്നു, മലിനമാകുന്നു. ഡിക്ലൈൻ ഇൻ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിൽ ക്ഷയം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ജൈവ വൈവിധ്യം തന്നെ ഇല്ലാതെയാവുന്നു. ലാസ്റ്റ് വൺ, ഇംബാലൻസ് ഇൻ നാച്ചുറൽ സൈക്കിൾസ്, മീൻസ് നൈട്രജൻ, കാർബൺ തുടങ്ങിയ വാതകങ്ങളുടെയൊക്കെ ഇംബാലൻസ് പ്രകൃതിയിൽ തന്നെ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോവിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഏത് തരത്തിലുള്ള പൊല്യൂഷനാണ്, മലിനീകരണമാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് എഴുതണം. ഫസ്റ്റ് പിക്ചർ കണ്ടോ മക്കളെ? അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ സ്മോക്ക്, പുക വമിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. ഫാക്ടറീസിൽ നിന്നൊക്കെ പുറത്തു വിടുന്ന പുകയാണത്. സോ ഇറ്റ് ഈസ് എയർ പൊല്യൂഷൻ. നെക്സ്റ്റ് പിക്ചർ എന്താണ് മക്കളെ? മലിനമായുള്ള ജലം വാട്ടർ ബോഡീസിലേക്ക് ഒഴുകി എത്തുകയാണ് അല്ലേ. വേസ്റ്റ് വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ ടു വാട്ടർ ബോഡീസ്. സോ അത് ഏത് തരം പൊല്യൂഷനാണ്? വാട്ടർ പൊല്യൂഷൻ, ജല മലിനീകരണം. ആക്ടിവിറ്റി 3, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യ. Foreigners first came to India to buy spices like cardamom and pepper and textiles like silk and cotton. Gradually, they started industries after receiving privileges from the local rulers. Various regions of India were ruled by local rulers. They fought with each other and it made matters easier for the British. Gradually, agriculture, trade and the kings came under the control of the foreigners. Using improved weapons like cannons and guns and warfare tactics, they subdued the natives and the local rulers. Over time, the British gained control over all parts of India. For the next 200 years, India was under their control. ഇന്ത്യ ഇസ് മൈ കൺട്രി എന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ മക്കളെ? ഓർമ്മയില്ലേ നമ്മളിത് വായിച്ച് പഠിച്ചത്? എന്താണ് ഈ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്? ഫോറിനേഴ്സ് ആദ്യമായി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് ഏലക്കയും കുരുമുളകും പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും സിൽക്കും കോട്ടനും പോലെയുള്ള തുണിത്തരങ്ങളുമൊക്കെ വാങ്ങാൻ വേണ്ടി ആയിരുന്നു. പയ്യെ പയ്യെ അവർ നമ്മുടെ പ്രാദേശിക ഭരണകർത്താക്കളിൽ നിന്നും പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുത്ത് നമ്മുടെ നാട്ടിൽ ഫാക്ടറികൾ സ്ഥാപിച്ചു. നമ്മുടെ ഇന്ത്യയിലെ ഓരോ ഭരണപ്രദേശങ്ങളിലുമുള്ള ഭരണാധികാരികളുണ്ടല്ലോ, പരസ്പരം ശത്രുക്കളായിട്ട് കണ്ടതും പടവെട്ടിയിരുന്നതും ഒക്കെ ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമുള്ളതാക്കി മാറ്റി. അങ്ങനെ സാവധാനം നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെയും കൃഷിയുടെയും വ്യാപാരത്തിൻ്റെയും എന്തിനേറെ നമ്മുടെ രാജാക്കന്മാരുടെ പോലും നിയന്ത്രണം ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. കാലക്രമേണ ഇന്ത്യയുടെ മുഴുവൻ പ്രദേശത്തും അവർ ആധിപത്യം സ്ഥാപിച്ചു. തുടർന്നുള്ള ഏകദേശം 200 വർഷക്കാലത്തോളം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. സോ ഇവിടെ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ നോട്ട് എബോവ് ആൻഡ് ആൻസർ ദ ഫോളോവിങ്. മുകളിൽ തന്നിട്ടുള്ള നോട്ട് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോട്ട് വായിച്ച് നോക്കി. ക്വസ്റ്റ്യൻ എ, വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് ഫോറിനേഴ്സ് റീച്ചിങ് ഇന്ത്യ? ഇന്ത്യയിലേക്ക് വിദേശികൾ വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം, എയിം എന്തായിരുന്നു? ഓപ്ഷൻ എ, ഫോർ വാർ, യുദ്ധം ചെയ്യാൻ വേണ്ടി. ഓപ്ഷൻ ബി, ടു ഹാവ് ട്രേഡ് വിത്ത് ലോക്കൽ റൂളേഴ്സ്, പ്രാദേശിക ഭരണകർത്താക്കളോട് ചേർന്ന് അവരുടെ ഒപ്പം ചേർന്ന് വ്യാപാരം നടത്താൻ, ട്രേഡിന് വേണ്ടി. ഓപ്ഷൻ സി, ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്, സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും വാങ്ങാൻ വേണ്ടി. ഓപ്ഷൻ ഡി, ടു സ്റ്റാർട്ട് ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി. ഇതിലേതാണ് മക്കളെ ആൻസർ? മുകളിൽ തന്നിട്ടുള്ള നോട്ടിൻ്റെ ആ ഫസ്റ്റ് സെൻറ്റൻസ് കണ്ടോ? ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമം ആൻഡ് പെപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ഇറ്റ് സോ ഈസി ഫോർ ദ ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ? എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വളരെ അനായാസകരമായി ഇന്ത്യയെ അവരുടെ കൺട്രോളിലാക്കിയത്? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള നോട്ടിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ആൻസർ? വേരിയസ് റീജിയൻസ് ഓഫ് ഇന്ത്യ വെയർ റൂൾഡ് ബൈ ലോക്കൽ റൂളേഴ്സ്. ദേ ഫോട്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഇറ്റ് മെയ്ഡ് മാറ്റേഴ്സ് ഈസിയർ ഫോർ ദ ബ്രിട്ടീഷ്. അതായത് ഓരോ ഭരണപ്രദേശവും ഭരിച്ചിരുന്ന ഭരണാധികാരികൾ തമ്മിൽ ഒരു വിയോജിപ്പ് നിലനിന്നിരുന്നു. ഈ അവസരമാണ് ബ്രിട്ടീഷുകാർ മുതലെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഫോർ ഹൗ ലോങ് വാസ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്? ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിന് കീഴിൽ എത്ര വർഷം ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സെഞ്ചുറി, ഒരു നൂറ്റാണ്ട്. ഓപ്ഷൻ ബി 2 centuries, 2 നൂറ്റാണ്ടുകൾ. സി 3 centuries, 3 നൂറ്റാണ്ടുകൾ. ആൻഡ് ഡി എ സെഞ്ചുറി ആൻഡ് എ ഹാഫ്, 1.5 നൂറ്റാണ്ടുകൾ. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് നമ്മൾ റീഡ് ചെയ്തില്ലേ? അതിൽ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ നോട്ടിലും പറഞ്ഞിട്ടുള്ളത്. ഓർമ്മയില്ലേ? ഇന്ത്യ വാസ് അണ്ടർ ദെയർ കൺട്രോൾ ഫോർ ഓൾമോസ്റ്റ് 200 years. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നത് ഏകദേശം 200 വർഷക്കാലമായിരുന്നു. എ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടാണ്, 100 വർഷം. നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചത് 200 വർഷമായിരുന്നു. അപ്പോൾ 2 centuries, 2 നൂറ്റാണ്ടുകൾ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 2 centuries. ആക്ടിവിറ്റി 4, ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ്. സമരങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം. എ The Salt Satyagraha and the Quit India movement are the greatest struggles in the history of India's freedom struggle. Prepare notes on these 2 freedom struggles. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ മക്കളെ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ 2 സമരമുറകളായിരുന്നു സോൾട്ട് സത്യാഗ്രഹയും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും. ഇതിനെ രണ്ടിനെയും കുറിച്ച് നോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് എഴുതാം. The British imposed a tax on Indians producing salt from seawater. Those who produced salt without paying the tax were imprisoned. The salt law imposed by the British made the life of common people miserable. Mahatma Gandhi decided to use salt law as a tool to unite people against the British. He organized people against salt law. Gandhiji started a march on 12 March 1930 from his Sabarmati ashram to Dandi beach. The march reached Dandi on April 5. Gandhiji picked up a handful of salt from the sea and declared, even if these hands holding salt are crushed, they will not give up the salt. Next ഏതാ മക്കൾ എഴുതേണ്ടത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. Quit India movement was considered one of the most powerful struggles for independence. The demand "Quit India", meaning leave India, was presented at the Bombay session of Indian National Congress session on 8th August 1942. Gandhiji was selected as the leader of the Quit India movement. Question B. Which freedom fighter is known as Frontier Gandhi? ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ഫ്രീഡം ഫൈറ്റർ, സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. ആരായിരുന്നു? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ബി കെ കേളപ്പൻ, സി സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. മഹാത്മാഗാന്ധിയുടെ ഒരു വലിയ അനുയായിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഗാന്ധിജിയുടെ എല്ലാ തത്വങ്ങളും പിന്തുടർന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് അഥവാ അതിർത്തി ഗാന്ധി എന്ന് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടക്കത്തിൽ 3 ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടില്ലായിരുന്നു മക്കളെ. അതിലൊരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഫോർ ആക്ടിവിറ്റീസ് വിത്ത് ഇൻറ്റേർണൽ ചോയ്സ് ആൻസർ എയ്തർ എ ഓർ ബി. അത്തരത്തിൽ ഇൻറ്റേർണൽ ചോയ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്നിനാണ് എക്സാം ടൈമിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ആക്ടിവിറ്റി 5 എ കൊടുത്തിട്ടുള്ളത് ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഇന്ത്യയുടെ ഒരു മാപ്പ്, ഭൂപടം കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒബ്സർവ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എ. Which are the 2 states that share borders with 5 states? മനസ്സിലായില്ലേ മക്കളെ? 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ് ആൻഡ് ജാർഖണ്ഡ്. ഇതിൽ ഛത്തീസ്ഗഡ് ഏതൊക്കെ സ്റ്റേറ്റ്സുമായിട്ടാണ് ബോർഡേഴ്സ് പങ്കിടുന്നതെന്ന് മക്കൾക്ക് അറിയാലോ അല്ലേ? ഛത്തീസ്ഗഡ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ഒഡീഷ ആൻഡ് ജാർഖണ്ഡ്. ജാർഖണ്ഡോ? ജാർഖണ്ഡ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് ആൻഡ് ഉത്തർപ്രദേശ്. ക്വസ്റ്റ്യൻ ബി. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ സി. വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് ഓഫ് കേരള? കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന കടൽ ഏതാണ്? അറേബ്യൻ സീ.
Next question, find out another state other than West Bengal and Andhra Pradesh that shares borders with Bay of Bengal. വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും കൂടാതെ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കേരള? കേരളയുമായി അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? കർണാടക ആൻഡ് തമിഴ്നാടു. ആക്ടിവിറ്റി 5ൻ്റെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ കൂടി നമുക്ക് ചെയ്യാം. ഓപ്ഷൻ ബി, ഫ്ലൈയിങ് ഫ്രണ്ട്സ്, പറക്കുന്ന കൂട്ടുകാർ. ക്വസ്റ്റ്യൻ എ, റീന ഗീവ്സ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഹെർ ഒബ്സർവേഷൻ ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് ബേർഡ്സ് റെഗുലർലി സീൻ അറൌണ്ട് ഹെർ ഹൗസ്. എക്സാമിൻ ഈച്ച് ആൻഡ് മാച്ച് ദ ഇൻഫർമേഷൻ ടു ദ അപ്രോപ്രിയേറ്റ് ബേർഡ്. റീന അവളുടെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമായി റെഗുലറായി കാണുന്ന ചില പക്ഷിഗണങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ ഇൻഫർമേഷൻസും ഏത് പക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ, ഫ്ലൈസ് ഹൈ, ഉയരത്തിൽ പറക്കും. ഹാസ് പോയിന്റഡ് ക്ലോസ് ആൻഡ് ഷാർപ്പ് ബീക്ക്, കൂർത്ത നഖങ്ങളും ചുണ്ടും ഉണ്ട്. ചേസസ് ആൻഡ് ക്യാച്ചസ് ദ പ്രേ, ഇരയെ ചേസ് ചെയ്ത് പിടിക്കുന്നു, പിന്തുടർന്ന് പിടിക്കുന്നു. ആരായിരിക്കും അത്? ഇറ്റ്സ് ഈഗിൾ, കഴുകൻ. നെക്സ്റ്റ് വൺ, ഹാസ് ബ്ലാക്ക് കളർ, കറുത്ത നിറമാണ്. ട്രാവൽസ് ഇൻ ഗ്രൂപ്സ്, കൂട്ടമായിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. ക്ലീൻസ് ദ സറൗണ്ടിങ്സ്, ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കുന്നു. ആരായിരിക്കും? ക്രോ, കാക്ക. ഹാസ് സ്മോൾ ബോഡി, ചെറിയ ശരീരമാണ്. ലോങ് ബീക്ക്, നീളമുള്ള കൊക്കുകൾ, ചുണ്ടുകൾ ഉണ്ട്. ഫ്ലൈസ് ഫാസ്റ്റ്, വേഗതയിൽ പറക്കാൻ കഴിവുണ്ട്. ഹൺസ് പ്രേ ഫ്രം പോൺസ് ആൻഡ് റിവേഴ്സ്, നദിയിൽ നിന്നും കുളങ്ങളിൽ നിന്നും ഒക്കെയാണ് അവ അതിൻ്റെ ഇരയെ ഹണ്ട് ചെയ്ത് പിടിക്കുന്നത്. ഏത് ബേഡാണ് മക്കളെ അത്? നീലപ്പൊന്മാൻ, കിങ് ഫിഷർ. ലാസ്റ്റ് വൺ, ഈസ് ഓഫ് മീഡിയം സൈസ്, ഒരു മീഡിയം സൈസിലുള്ള ബേഡാണിത്. ഹാസ് ക്യാപ്പ് ലൈക്ക് പാർട്ട് ഓൺ ദ ഹെഡ്, അതിൻ്റെ തലയിൽ ഒരു ക്യാപ്പ് ലൈക്ക് പോർഷനുണ്ട്, തൊപ്പി പോലെ ഒരു ഭാഗമുണ്ട്. സ്ട്രോങ് പോയിന്റഡ് ക്ലോസ്, നല്ല ശക്തമായ പോയിന്റഡ് ആയിട്ടുള്ള കൂർത്ത നഖങ്ങളാണുള്ളത്. ഏത് ബേഡാണ്? വുഡ് പെക്കർ, മരം കൊത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് വെയർ ദർ ഇസ് വാട്ടർ? താഴെ 4 ബേർഡ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. എ, ഈഗിൾ, ബി, പാരറ്റ്, സി, ക്രെയിൻ ആൻഡ് ഡി, മൈന. ഇതിൽ ഏത് ബേഡാണ് വെള്ളമുള്ള പ്ലേസസിൽ അതിൻ്റെ ഇരയെ പിടിക്കുന്നത്? ഏതാണ് മക്കളെ? ഇറ്റ്സ് ക്രെയിൻ. ഓപ്ഷൻ സി, ക്രെയിൻ. ക്രെയിൻ എന്താണ് മക്കളെ? കൊക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ. താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓൾ ബേഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ, എല്ലാ ബേഡ്സിനും ഒരേ ബോഡി സ്ട്രക്ചർ ആയിരിക്കും. ബി, there is a connection between the body structure of birds and its preying mechanism. ഒരു ബേഡിൻ്റെ ബോഡി സ്ട്രക്ചറും അതിൻ്റെ പ്രേയിങ് മെക്കാനിസം, അതായത് അത് ഇരയെ പിടിക്കുന്ന ആ ഒരു രീതിയും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി, സം ബേഡ്സ് ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ചില പക്ഷികൾക്ക് കൂർത്ത നീളമുള്ള കൊക്കുകൾ, ചുണ്ടുകളാണ് ഉള്ളത്. അതേപോലെ നീളമുള്ള കാലുകളും ഉണ്ട്. വാട്ടറി പ്ലേസസ്, ജലാംശമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികളുടെ തൂവലുകൾ ഓയിലി ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഏതാണ് മക്കളെ? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദ ആൻസർ ഈസ് ഓൾ ബേഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ. എല്ലാ പക്ഷികൾക്കും ഒരേ ബോഡി സ്ട്രക്ചർ ആയിരിക്കുമെന്ന് പറയുന്നത് തെറ്റല്ലേ? എല്ലാ പക്ഷികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ ഡിയേഴ്സ്, എല്ലാ കുഞ്ഞുമക്കളും നന്നായി എക്സാം എഴുതുമല്ലോ. മേ യുവർ മൈൻഡ് ബി ക്ലിയർ ആൻഡ് യുവർ ആൻസേഴ്സ് ബി പെർഫെക്റ്റ്. മൈ പ്രേയേഴ്സ് ആർ ഓൾവേസ് വിത്ത് യു മൈ ഡിയേഴ്സ്. യു ആർ ഗോയിങ് ടു ഡു ഗ്രേറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.